ട്രെയിനിയോഎസ് OS AB അങ്ങനെ ഏത് റൈറ്റിംഗ് റാങ്കിലുള്ളവർക്കും ഒരു ഓഫീസറാകാം, അതും ഇന്ത്യയിൽ നിന്ന് തന്നെ. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഫസ്റ്റ്ലി നിങ്ങൾ GP റൈറ്റിംഗ് കോഴ്സ് എവിടെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ട്രെയിനി OS ആയിട്ടോ 18 or 36 മന്ത്സ് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ AB ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. AB ആയി കഴിയുമ്പോൾ നിങ്ങൾ +2 സയൻസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് NIOS വഴി നിങ്ങൾക്ക് +2 PCM എടുക്കാൻ പറ്റുന്നതാണ്, അതും ഓൺലൈനായിട്ട്. NIOS എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ക്ലാസ്സിന് പോവുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. NIOS ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അല്ല, ആ എക്സാം എഴുതുമ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് കൊടുക്കണമെന്നില്ല, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുകയും ചെയ്യാം. സെയിലും ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത് 5 സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും എടുത്തിരിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ട്. അത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ എൻട്രി പോലെ സബ്ജക്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതെങ്കിലും എടുത്തൊന്ന് പഠിച്ചു കഴിയുക. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് +2 ഇക്വലന്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് സെക്കൻഡ് മേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് മേറ്റ് എക്സാമിന് ചെയ്യുന്നതിന് മുമ്പേ BSc DNS KDS ചെയ്യുന്നത് പോലെ ബാക്കിയുള്ള 7 കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, കോമൺസ് ഫംഗ്ഷൻ കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ AFF, PSCRB, MFA, ROC, RPAR, RADAR, അതോടൊപ്പം തന്നെ GMDSS, ഇത്രയും കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ പോയി MMD പോയി സെക്കൻഡ് മേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സെക്കൻഡ് മേറ്റിന് അപ്ലൈ ചെയ്തതിനു ശേഷം 6 റിട്ടേൺസും 3 ഓറൽസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് COC കിട്ടുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇന്ത്യയിലെ കാര്യമാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് മേറ്റ് പുറത്തുനിന്ന് പോയി ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഈ NIOS ഒന്നും ആവശ്യമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഉടനെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഷിപ്പ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക.